സംസ്ഥാനത്ത് 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കിടയിൽ വൻതോതിൽ സ്ഥാനാർബുദം വർദ്ധിക്കുന്നു. 1,00,000 സ്ത്രീകളിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ 6000-ഓളം പേരിൽ രോഗം കണ്ടെത്തി. 1321 ആശുപത്രികളിൽ നടന്ന പരിശോധനയിലാണ് സ്ഥാനാർബുദം കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഏറ്റവും വലിയൊരു മാരക രോഗമായിട്ട് തന്നെ ഈ ക്യാൻസർ മാറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത്. അതിൽ കഴിഞ്ഞ ആഴ്ചകൾ വന്ന ഒരു കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ തലസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത്. അതിൽ സ്ത്രീകളാണ് കൂടുതലും. ഒപ്പം സ്ഥാനാർബുദം വർദ്ധിക്കുന്നു എന്നുള്ളൊരു കണക്കും വരുന്നു. ഇതിനെ എങ്ങനെ പിടിച്ചു കെട്ടാനാകും എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. രജനി, സംസ്ഥാനത്ത് സ്ഥാനാർബുദ രോഗത്തിന് വൻ വർധനം എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതലായും സ്ഥാനാർബുദ രോഗം കണ്ടെത്താൻ സാധിക്കുന്നത് എന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ 1,00,000-ലധികം പേർ സ്ഥാനാർബുദ രോഗബാധയുണ്ടോ എന്ന് പരിശോധിക്കാനെത്തിയാൽ അതിൽ 6000-ലധികം പേർക്ക് സ്ഥാനാർബുദ രോഗം സ്ഥിരീകരിക്കുന്നു എന്നൊരു കണക്കുകളും പുറത്തു വരുന്നുണ്ട്. 20,000-ലധികം പേരാണ് 2021-22 വർഷത്തിൽ സ്ഥാനാർബുദ രോഗബാധയേതി ചികിത്സയ്ക്കായി ആരോഗ്യ ആശുപത്രികൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 22-ൽ 32,000-ലധികം പേരാണ് സ്ഥാനാർബുദ രോഗം ബാധയോടുകൂടി മരണപ്പെട്ടിരിക്കുന്നത് എന്ന കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2024-25 കണക്കുകളും ഇതിനേക്കാളും ഭീകരമായിരിക്കും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കണക്കുകളിൽ വൻ വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. 1321 ആശുപത്രികളിലാണ് സ്ഥാനാർബുദ രോഗബാധയ്ക്കായുള്ള ചികിത്സയ്ക്കായി സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എത്രത്തോളം പേർ സ്ഥാനാർബുദ രോഗബാധയ്ക്കായി സ്വയം ചികിത്സിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അവർ കൂടുതലായി രോഗബാധയുണ്ടോ എന്നറിയാൻ ആശുപത്രികളിൽ എത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. സ്വയം ചികിത്സ നടത്താതെ ആശുപത്രികളിലെത്തി തനിക്ക് എന്താണ് അസുഖമെന്നും അതിനായി കറക്റ്റായിട്ടുള്ള ചികിത്സ അതിനുവേണ്ടി എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതലായും ഇത് ബാധിക്കുന്നത് എന്നതുകൊണ്ട് അവരോട് കൂടുതലായും ഇതിൽ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. രജനി. ശരി ശ്രീനന്ദ.